വളരെയധികം ചിരിപ്പിച്ച, അതേസമയം ഒരുപാട് ചിന്തിപ്പിച്ചൊരു വാർത്ത. വെന്റിലേറ്ററിൽ കിടന്ന ഒരു രോഗിയുമായി മറ്റൊരു ആസ്പത്രിയിലേക്ക് പോയിരുന്ന ഒരു ആംബുലൻസ് കനാലിലേക്ക് മറിഞ്ഞു. ഇവിടെ വരെ കേട്ടാൽ ഇതൊരു ദുഃഖകരമായ അപകട വാർത്തയാണ്. പക്ഷേ ഇനി വരുന്ന ഭാഗം യഥാർത്ഥ ട്വിസ്റ്റ്. വെന്റിലേറ്ററിൽ കിടന്നിരുന്ന രോഗി നീന്തി രക്ഷപ്പെട്ടു. അതെ, വെന്റിലേറ്ററിലായിരുന്ന ആളാണ് കനാലിൽ നിന്ന് വീണപ്പോൾ നീന്തി കരകയറിയത്. ഇത് നടന്ന് ഇന്നലെ പത്തനംതിട്ടയിൽ. ഇവിടെ ഒരു സാധാരണ മനുഷ്യൻ ഒന്ന് നിൽക്കുന്നത്. അപ്പോൾ ആർക്കാണ് യഥാർത്ഥത്തിൽ രോഗം? നീന്തി രക്ഷപ്പെടാൻ ആരോഗ്യമുള്ള ഒരാളെ എന്തിനാണ് വെന്റിലേറ്ററിലാക്കിയത്? ഇന്ന് വെന്റിലേറ്റർ, ICU, ആശുപത്രി, ആംബുലൻസ് ഇവയെല്ലാം പലപ്പോഴും ചികിത്സ മാത്രമല്ല, ഒരു ബിസിനസ് മോഡൽ കൂടിയാണ്. രോഗമുള്ളവർക്ക് ചികിത്സ വേണ്ടത് സത്യമാണ്. പക്ഷേ രോഗമില്ലാത്തവരെ രോഗിയാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നൊരു സംശയം ഇത്തരം വാർത്തകൾ ഉയർത്തുന്നില്ലേ? സേഫ്റ്റിക്ക് വെന്റിലേറ്റർ, ഒബ്സർവേഷൻ ICU, റിസ്ക് എടുക്കേണ്ട. അവസാനം ബില്ല് വരുമ്പോൾ രോഗി മാറിയതിലധികം മനസ്സാണ് തളരുന്നത്. ഇവിടെ ആ ആംബുലൻസ് ഡ്രൈവറെയോ ഡോക്ടറെയോ ആസ്പത്രിയോ കുറ്റപ്പെടുത്താനല്ല ഇത് പറയുന്നത്. പക്ഷേ സിസ്റ്റം ചോദ്യം ചെയ്യപ്പെടാനുള്ളതാണ്. എന്തുകൊണ്ടൊരു സാധാരണ മനുഷ്യൻ വെന്റിലേറ്റർ വരെ എത്തുന്നു? എന്തുകൊണ്ട്? നോക്കാം എന്നൊരു വാക്ക് അഡ്മിറ്റ് ചെയ്യാം എന്നാക്കി മാറ്റുന്നു. ഈ സംഭവം ഏറ്റവും വലിയ ഐറണി എന്താണെന്നറിയാമോ? വെന്റിലേറ്റർ കിടന്നിരുന്ന രോഗി ജീവൻ രക്ഷിച്ചത് മെഷീനുകൾ കൊണ്ടല്ല, അയാളുടെ ആരോഗ്യം കൊണ്ടാണ്. അപ്പോൾ വെന്റിലേറ്റർ അയാൾക്ക് ആവശ്യമായിരുന്നോ? അതോ വെന്റിലേറ്ററിന് അയാളെ ആവശ്യമായിരുന്നോ? ഇതാണ് കാലത്തിൻ്റെ പോക്ക്. അപകടം ചിരിയാകുന്നു, ചിരി ചിന്തയാകുന്നു. അവസാനം നമ്മൾ ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ: ചികിത്സ മനുഷ്യന് വേണ്ടിയോ അല്ലെങ്കിൽ മനുഷ്യൻ ചികിത്സയുടെ ഭാഗമായോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.